ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദ ക്ലിപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ തീരുവ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ശ്രീ ടി വിജയകുമാറാണ്. അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറും മറുനാടൻ വ്യവസായിയുമായിരുന്നു. ചാനൽ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം സാർ. നമസ്കാരം. എഴുത്തുകാരനാണ്, സാഹിത്യ അക്കാദമി അവാർഡ് വിന്നറാണ്. എന്നിരിക്കലും ഇതിനൊക്കെ പുറമെ സാർ ഒരു വളരെ സക്സസ്ഫുൾ ഇൻഡസ്ട്രിയലിസ്റ്റാണ്. ഒരു വിജയിയായ, പേരുപോലെ തന്നെ വിജയിയായ വ്യവസായിയുമാണ്. സാറിൻ്റെ വ്യവസായത്തിൻ്റെ രീതി, സാർ എങ്ങനെ ഈ വ്യവസായത്തിലേക്ക് വന്നുപെട്ടു തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറയാമോ? വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതൊക്കെ പറയാനും എഴുതാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ ഈ അടിസ്ഥാനപരമായിട്ട് ഞാൻ വളരെ വളരെ ചെറുപ്പം മുതൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുമായിട്ട് വളരെ അടുത്ത് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. അങ്ങനെ ഒരു ബന്ധം സാറിന് എൻ്റെ അച്ഛൻ ടെക്സ്റ്റൈൽ ഷോപ്പുണ്ടായിരുന്നു, ടൈലറിങ് ഷോപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ അവിടെ കളിക്കാനൊന്നും പോയിട്ടില്ല. കളിക്കാനുള്ള സമയത്ത് വായനശാലയിൽ പോവും, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അച്ഛൻ്റെ കടയിൽ പോവും, അവിടെ സഹായിക്കും. അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു നല്ല ടൈലറൊക്കെയായി. തുണിത്തരങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ടായി. ആ കൂടെ തന്നെ നാട്ടിലെ രാഷ്ട്രീയം, മറ്റു കാര്യങ്ങളിലൊക്കെ സജീവമായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ ഉള്ള പ്രവർത്തനങ്ങളും നേതൃത്വപരമായ പങ്കുമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് 1985 ജനുവരി 7 എനിക്ക് ബോംബെക്ക് പോകേണ്ടി വന്നു. അതെൻ്റെ ഒരു സുഹൃത്തിനെ വിസ തരാം എന്ന് പറഞ്ഞിട്ട് ക്ഷണിച്ചതാണ്. നീ ബോംബെ വന്നാൽ മതി, ബാക്കിയൊക്കെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ ബോംബെ ചെന്ന് കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ച പോലെ ഒന്നും ഫലപ്രദമായി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ ജോലി തുടങ്ങുമായിരുന്നു. അവിടെ ഞാൻ അക്കൗണ്ടൻ്റായി, 5 സ്റ്റാർ ഹോട്ടലിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്ത് നോക്കി, തൃപ്തിയായില്ല. ട്രാൻസ്പോർട്ട് കമ്പനികളിൽ ജോലി ചെയ്ത് നോക്കി, തൃപ്തിയായില്ല. പല 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 മേഖലകളിൽ ജോലി ചെയ്ത് നോക്കി, തൃപ്തിയായില്ല. അവസാനം ഞാൻ കണ്ടെത്തിയത് ഗാർമെൻറ്റ്സ് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി അവിടെ വളരെ നന്നായിട്ട് കൂടുന്നുണ്ട്. അതിനകത്തൊരു നൈസർഗികത ഉണ്ടായിരുന്നു. അതെ, ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത ഞാൻ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ വിദ്യാഭ്യാസമുള്ളൊരു കുറവാണ്. കാരണം പൊതുവെ തയ്യൽക്കാരാണ്. മാനേജർ മുതൽ താഴോട്ടുള്ള ആളുകളൊക്കെ ഈ തയ്യലുമായിട്ട് ബന്ധപ്പെട്ട് തയ്യൽക്കാരായിട്ട് ജീവിക്കുന്ന, അല്ലെങ്കിൽ സൂപ്പർവൈസറായാലും അങ്ങനെ വിദ്യാഭ്യാസമുള്ളൊരു കുറവാണ്. അപ്പോൾ ഞാൻ ആ ഒരു ചാൻസ് കണ്ടെടുത്തിട്ട് ഞാൻ ബോംബെയിൽ ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ വളരെ വളരെ പെട്ടെന്ന് തന്നെ ലീല ഗ്രൂപ്പ്, നിങ്ങൾക്കറിയാം, ലീല ഹോട്ടലും അവരുടെ എക്സ്പോർട്ടിങ് കമ്പനിയുടെ ഫാക്ടറിയിലെ മാനേജരായി. അതിനുശേഷം ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിക്ക് ബംഗ്ലാദേശിൽ അവർക്കൊരു വലിയ ഓഫീസുണ്ട്, സ്ഥാപനമുണ്ട്, ഒരു മാനേജർ വേണം. അങ്ങനെ ഞാനവിടെ ചെന്നപ്പം അവർ നോക്കിയപ്പോൾ എനിക്ക് ഡിഗ്രി ഉണ്ട്, മറ്റ് ലോകപരിചയമുണ്ട്, വർത്തമാനം പറഞ്ഞപ്പോൾ അവർക്ക് ഇഷ്ടമായി, കോൺഫിഡൻസ് ഉണ്ട്, ഇൻഡസ്ട്രിയെക്കുറിച്ച് അറിയാം. അങ്ങനെയാണ് ഞാൻ ബംഗ്ലാദേശിലെത്തുന്നത്. അങ്ങനെ ഗോയങ്ക ഗ്രൂപ്പിൻ്റെ ഓഫ് ഷോർ മാനേജരായിട്ട്, അങ്ങനെയാണ് ബംഗ്ലാദേശിൽ ടെക്സ്പോർട്ട് എന്ന് പറയുന്ന കമ്പനിയുടെ മാനേജരായിട്ട്, ഓഫ് ഷോർ മാനേജരായിട്ട് എന്നെ നിയമിച്ചു. അപ്പോൾ ഇന്ത്യക്ക് വെളിയിൽ എവിടെ പ്രൊഡക്ഷൻ ഉണ്ടോ അവിടെയൊക്കെ ഞാനാണ് പോയി സൂപ്പർവൈസ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം പോകുന്നത് ബംഗ്ലാദേശിൽ, പിന്നെ അവിടുന്ന് ഖത്തർ, ദുബായ്, ഷാർജ, UAE, പിന്നെ നേപ്പാൾ, അങ്ങനെ പല രാജ്യങ്ങളിൽ പോയി. അവിടെയെല്ലാം നമുക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടായി. ജോലി ചെയ്ത് ജീവിച്ചു. ഒരു 5 വർഷം അങ്ങനെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബയർ തന്നെ ഞങ്ങളുടേതായ ഇമ്പോർട്ടേഴ്സ് അവരെന്നോട് നിർബന്ധം തുടങ്ങി, നീ സ്വന്തമായിട്ട് തുടങ്ങിയാൽ എന്താ, ഞങ്ങൾക്ക് നിനക്ക് പിന്നെ വിശ്വാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്, പ്രധാന സാമ്പത്തികമാണ്, അത് ഞങ്ങൾ സഹായിക്കുക, ഓർഡറൊക്കെ തന്ന് സഹായിക്കുക എന്ന് പറയാം. അങ്ങനെ എൻ്റെ ലണ്ടനിലും US ലുമുള്ള ഇമ്പോർട്ടേഴ്സ്
നമ്മുടെ ഇമ്പോർട്ടേഴ്സിൻ്റെ നിർബന്ധത്തിനും കൊണ്ടും സഹായം കൊണ്ടും ആണ് ഞാൻ സ്വന്തമായിട്ട് എക്സ്പോർട്ടിംഗ് കമ്പനി ഇവിടെ ആരംഭിക്കുന്നത്. അപ്പോൾ സാറ് എക്സ്പോർട്ടിംഗ് കമ്പനി ബംഗ്ലാദേശിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ തൊഴിലാളികളെയൊക്കെ കിട്ടാൻ അവിടുത്തെ തൊഴിലാളികളുടെ അന്നത്തെ ഗാർമെൻറ്റിൻ്റെ അവസ്ഥ, ഞാനവിടെ ചെല്ലുമ്പോൾ ഉള്ള ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ദാരിദ്ര്യം അതിൻ്റെ അതിതീവ്രമായ ഒരു സാഹചര്യത്തിലൂടെ പോകുന്ന ഒരു രാജ്യത്തെയാണ്. അവിടെ അവിടുത്തെ ജനങ്ങൾക്ക് ആ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. ഈവനൊരു ബാങ്ക് മാനേജർക്ക് പോലും നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെ ഇല്ല, വരുമാനം ഇല്ല. അവരുടെയൊക്കെ അവിടെ എല്ലാം ഒന്നുകിൽ സമ്പന്നർ അല്ലെങ്കിൽ ദരിദ്രർ, മധ്യവർഗമില്ലാത്ത ഒരു രാജ്യമായിരുന്നു അന്ന് ബംഗ്ലാദേശ്. സമ്പന്നരുടെ എണ്ണം വളരെ കുറവാണ്. സമ്പന്നരുടെ എണ്ണം കുറവാണ്, അത് കൂടുതൽ രാഷ്ട്രീയക്കാരാണ്. അല്ലാത്തവർ പാവപ്പെട്ടവരാണ്. അവർ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ആളുകൾ വളരെ കുറവാണ്. അവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണം എന്തെങ്കിലും സാറ് കണ്ട് ഒന്ന് വിശദീകരിക്കാമോ? അവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെ പ്രത്യേക ലക്ഷണം എന്ന് പറഞ്ഞാൽ 3 നേരം ആഹാരം കഴിക്കുന്നവർ കുറവാണ്. കഴിക്കുന്നത് തന്നെ കഞ്ഞിയും ദാലും, അതാണ് അവരുടെ, അതായത് കഞ്ഞിയും പരിപ്പും, അതാണ് രാവിലെ മുതൽ അവരുടെ കഴിപ്പ്. പിന്നെ അവിടെ ജോലി ചെയ്യാൻ അതുകൊണ്ട് തന്നെ അവർ നിർബന്ധിതരാണ്. പൊതുവെ അവർ മാൽന്യൂട്രീഷനൊക്കെ മാൽന്യൂട്രീഷൻ അനുഭവിക്കുന്ന സൊസൈറ്റിയാണ്. വരുമാനം കുറവാണ്, സ്വന്തമായിട്ട് ഇൻകം ഇല്ല. ആൾക്കാർ പൊതുവെ ദൗർബല്യം, ആരോഗ്യപരമായോ അല്ലാതെയൊക്കെയുള്ള ദൗർബല്യങ്ങളുണ്ട്. പണത്തിന് വേണ്ടി സ്വന്തം സഹോദരനെ വരെ കൊല്ലുന്ന, അല്ലെ സഹോദരങ്ങളെ വരെ കൊല്ലുന്ന സാഹചര്യമുണ്ട് അവിടെ. അവിടെ നടന്നൊരു ചെറിയ സംഭവം പറഞ്ഞാൽ, ചേട്ടൻ അനേക വർഷങ്ങൾക്ക് ശേഷം ദുബായിൽ നിന്ന്, ചെറിയ ജോലിയായിരുന്നു അവിടെ, ദുബായിൽ നിന്ന് വീട്ടിലോട്ട് വരികയാണ്. ചേട്ടനെ സ്വീകരിക്കാൻ അനിയനും ഭാര്യയും കൂടെ എയർപോർട്ടിലെത്തുന്നു. കാറ് കൊണ്ടുപോയി അവരെ സ്വീകരിച്ചു. പോരുന്ന വഴിക്ക് വിജനമായൊരു സ്ഥലത്ത് കൊണ്ടുവന്നപ്പോൾ മൂത്രമൊഴിക്കാനായിട്ട് വണ്ടി നിർത്തി. എല്ലാവരും ഇറങ്ങി മൂത്രമൊഴിച്ചു. അപ്പോൾ ഈ ദുബായിൽ നിന്ന് വന്ന ജ്യേഷ്ഠനെ അവിടെ വെച്ച് കൊന്ന് ചതുപ്പിച്ച് ചവിട്ടി. ചേട്ടൻ കൊണ്ടുവന്ന ബാഗും സമ്പത്തും അതിനകത്തുള്ള എല്ലാം അവരടിച്ചുകൊണ്ട് പോയി. അത്രയ്ക്ക് അതെ, ബംഗ്ലാദേശിൻ്റെ അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ആയിരുന്നു. ഇപ്പോൾ അല്ല, ഇതൊക്കെ മാറി വരുന്നുണ്ട്. അടിസ്ഥാന സ്വഭാവം എന്ന് പറയുന്നത് ദാരിദ്ര്യവും അതിൻ്റെ ഉപഘടകങ്ങളാണ് ഈ പറയുന്ന വയലൻസും അതിക്രമങ്ങളും എല്ലാം. അതെ, പക്ഷേ ബേസിക്കലി അവർ പാവപ്പെട്ട മനുഷ്യരാണ്, സ്നേഹമുള്ളവരാണ്. നല്ല നമ്മൾക്ക് നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്താൽ നല്ല വീട്ടുജോലിക്കാരായിട്ടൊക്കെ നമുക്ക് വിശ്വസിച്ച് അവരെ നിർത്താൻ പറ്റുന്നവരുമുണ്ട്. പക്ഷേ നമ്മുടെ അതിഥി തൊഴിലാളികളായി എത്തുന്ന ബംഗ്ലാദേശികളെ കുറിച്ച് ഈ പറഞ്ഞോണം ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ അതിഥി തൊഴിലാളികളായി എത്തുന്ന ബംഗ്ലാദേശികൾ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സാധാരണക്കാരല്ല. അവിടെ നിന്ന് ഒന്നുകിൽ ഇവിടെ വരുന്ന ഒരു 50% ആളുകളും ക്രിമിനൽസാണ്. അവരുടെ ഒളിവ് താമസമാണ് ഇവിടെ ഇന്ത്യയിൽ നടക്കുന്നത്. അവരൊന്നുകിൽ ആസാമിൽ വരും, അല്ലെങ്കിൽ കൊൽക്കത്ത വരും. അങ്ങനെ 1971 നിങ്ങൾക്കറിയാം, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ ബംഗ്ലാദേശ് പിറന്ന വർഷം 5 ലക്ഷത്തോളം ബംഗ്ലാദേശികളാണ് കൊൽക്കത്തയിൽ അഭയാർത്ഥികളായിട്ട് വന്നത്. ഈ 5 ലക്ഷത്തിൽ ഒരു 4,90,000 പേരും ഹിന്ദുക്കളായിരുന്നു. ബാക്കി 10,000 പേരുണ്ടെങ്കിൽ അവർ ക്രിമിനൽസായിരുന്നു, അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ വയ്യാത്ത ആളുകളായിരുന്നു. അപ്പം ഈ ബംഗ്ലാദേശിൻ്റെ ഒരു പൊതു സ്വഭാവം എനിക്ക് തോന്നുന്നത് ഞാൻ പറയണം, നിങ്ങൾ അറിയണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനവിടെ കുമിള എന്നൊരു ജില്ലയിൽ പോയി. ഭാരതത്തിൻ്റെ ബോർഡറാണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പം. അപ്പോൾ എന്നോട് ആ സുഹൃത്ത് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ പണ്ട്, അതായത് 1947 മുമ്പ് അവിടെ ആ ജില്ലയിൽ 93% ഹിന്ദുക്കളും 7% മുസ്ലിങ്ങളുമായിരുന്നു. ഈ കലാപകാലങ്ങളിലെല്ലാം ഹിന്ദുക്കളെ അവിടുന്ന് ഓടിക്കും. അങ്ങനെ വന്നിട്ട് ഇപ്പം ഹിന്ദുക്കളുടെ ശതമാനം എന്ന് പറയുന്നത് വെറും 7 മുതൽ 10% വരെയാണ് പല ജില്ലകളിലും.
അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഹിന്ദുക്കളെല്ലാം ഇങ്ങോട്ട് പോയി ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് പോരുന്നു, അല്ലെങ്കിൽ മതം മാറാൻ നിർബന്ധിക്കപ്പെടുന്നു, മതം മാറി മുസ്ലിമായിട്ട് ജീവിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു. അതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ അവിടുത്തെ ഈ വിശേഷ ദിവസങ്ങൾ, ഉദാഹരണം ബക്രീദ് തുടങ്ങിയ വിശേഷ ദിവസങ്ങളുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ നമ്മുടെ ഇവിടെ ഓണം പോലെയൊക്കെയുള്ള ഒരു അന്തരീക്ഷമാണ് അവിടെ ഉള്ളത്. വിശേഷ ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വിശേഷ ദിവസങ്ങൾ അങ്ങനെ വലിയ കാര്യമായിട്ട് ആഘോഷിക്കാറില്ല. അമ്പലങ്ങളിലൊക്കെയുള്ള ആഘോഷങ്ങളൊക്കെ ഉള്ളൂ. അതല്ലാത്ത അവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സക്കാത്ത് കൊടുക്കുക എന്ന് പറയുന്ന, നമ്മുടെ നാട്ടിൽ സക്കാത്ത് കൊടുക്കുന്ന മുസ്ലിങ്ങൾ എല്ലാ പെരുന്നാളിനും വിശേഷ ദിവസങ്ങളിലും ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോത്തിനെ അല്ലെങ്കിൽ ഒരു പശുവിനെ മേടിക്കുക, അതിനെ അവരുടെ വീടിൻ്റെ വാതിൽക്ക് വെച്ച് റോഡിൽ പുറത്ത്, വീടിന് മതിലിന് പുറത്ത് കൊല്ലുക, അതിൻ്റെ ഇറച്ചി അവിടെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുക. അത് അവർ മേടിച്ചുകൊണ്ട് പോയാൽ അവർക്ക് ഒരാഴ്ച കഴിയാനുള്ള ഇറച്ചി കിട്ടും, വീട്ടിലൊന്നും ഇല്ലെങ്കിൽ പോലും. അപ്പം നമ്മുടെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റോഡിലോട്ട് പിന്നെ ഇറങ്ങാൻ പറ്റുകയില്ല, ചോര ചവിട്ടിയിട്ട് നടക്കാൻ പറ്റുകയില്ല. 2 ദിവസം കഴിഞ്ഞാൽ മണം, മഴ പെയ്താൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ മണം തുടങ്ങും. അപ്പോൾ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവധി ദിവസങ്ങൾ, ഇങ്ങനെയുള്ള അവധി ദിവസങ്ങൾ ബക്രീദൊക്കെ 2 ദിവസം മുന്നേ അവിടുന്ന് സ്ഥലം വിട്ട് ഒന്ന് ഈ തായ്ലാൻഡിലോ സിംഗപ്പൂരിലോ അല്ലെങ്കിൽ ബോംബെക്കൊക്കെ പോരും. അത് കഴിഞ്ഞ് ഈ ആഘോഷമെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു ചെല്ലുള്ളൂ. ഇപ്പോൾ സാർ അവിടെ വ്യവസായം തുടങ്ങിയപ്പോൾ അവിടുത്തെ ഒരു ബ്യൂറോക്രസിയുടെ അപ്രോച്ച് എങ്ങനെയായിരുന്നു? കാര്യം ഇവിടെ കേരളത്തിൽ നമ്മളിപ്പം വ്യാപകമായി ഉന്നയിക്കപ്പെടുന്ന കാര്യം വ്യവസായികൾക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല, എൻ്റർപ്രണേഴ്സിന് സപ്പോർട്ട് കിട്ടുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ്. അതിപ്പോൾ മാറി വരുന്നുണ്ടെന്നുള്ള വാസ്തവമാണ്. പക്ഷേ എന്നാലും അങ്ങനെ ഒരു പരാതി നമ്മുടെ വികസിതമായ കേരളത്തെക്കുറിച്ചുണ്ട്. ബംഗ്ലാദേശിൽ ചെന്നപ്പോൾ അവിടുത്തെ ബ്യൂറോക്രസിയുടെ ഒരു സമീപനം എങ്ങനെയായിരുന്നു? ബംഗ്ലാദേശിലെ ബ്യൂറോക്രസി വളരെ വളരെ നല്ല സമീപനമായിരുന്നു. കാരണം അവർക്ക് പണം വേണം, അവർക്ക് വേണ്ടത് ചെറിയ ചെറിയ സഹായങ്ങൾ. നമ്മൾ ഈ ചെറിയ കാര്യങ്ങളിൽ ചെന്നാൽ പോലും എന്തു കൊടുത്താലും സന്തോഷം അവർക്ക്. ഈവൻ ഒരു വിസ ഓഫീസറുമായിട്ട് നമ്മൾ പരിചയപ്പെട്ട്, അദ്ദേഹമാണ് വിസ തരുന്നത് അവിടെ. അദ്ദേഹം, ഞാൻ ബോംബെക്ക് പോരുന്ന സമയത്ത് ഒരു പ്രാവശ്യം ബോംബെക്ക് വരും. അപ്പോൾ ചോദിക്കും, പറയും എനിക്ക് ഇന്ന് 10 നമ്പർ ഒരു 10 നമ്പറിലൊരു ബാറ്റ ഷൂത, അതെ, അല്ലെങ്കിൽ നല്ലൊരു ബനാറസ് സാരി വൈഫിന് വേണ്ടി കൊണ്ടുപോകാം. ഇത്രയൊക്കെ ഉള്ളൂ അവരുടെ ആവശ്യങ്ങൾ. പിന്നെ പൈസ കൊടുത്താൽ അവർ ചോദിക്കത്തൊന്നുമില്ല, എത്ര കൊടുത്താലും സന്തോഷം മേടിക്കും. അപ്പോൾ ഇതേ സമയത്ത് ഇന്ത്യൻ ബ്യൂറോക്രസിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സാറിൻ്റെ അനുഭവം എങ്ങനെയാണ്? ഇന്ത്യൻ ബ്യൂറോക്രാസി കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം സെയിമാണ്, വലിയ വ്യത്യാസങ്ങളില്ല. നമ്മൾ ബോംബെയിലെ പോലെയല്ല, ഒന്നുമല്ല. ഇന്ത്യൻ ബ്യൂറോക്രസി അന്നത്തെ കാലത്ത് 1990 കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ബ്യൂറോക്രാസിയും വളരെ മോശം അവസ്ഥയിലായിരുന്നു. അവർക്ക് സഹായം കിട്ടാതെ, മറ്റുള്ള കൈക്കൂലി മേടിക്കാതെ ബോംബെ പോലൊരു നഗരത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം. ബംഗ്ലാദേശിലെ ബ്യൂറോക്രസി ഒരു ജോഡി ബാറ്റാ ഷൂസ് ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ബ്യൂറോക്രസി ഒരു 100 ജോഡി ബാറ്റാ ഷൂസിന് പൈസ വാങ്ങും. അതാണ് അതിൻ്റെ അവസ്ഥ. അവിടെ വലിയ പ്രമുഖരൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾ എനിക്കുണ്ട്. അപ്പം അവർക്ക് ചില കുഞ്ഞു ആവശ്യങ്ങളാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ബോംബെയിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിൽ പോകാനുള്ളൊരു കാരണമുണ്ട്. അതിന് മുമ്പ് ഞാൻ ഈ ബ്യൂറോക്രാസിയെക്കുറിച്ച് പറഞ്ഞു തീർക്കട്ടെ. ബംഗ്ലാദേശിലെ ബ്യൂറോക്രാസി ഒരിക്കലും ഉപദ്രവകാരികളല്ല. കാരണം അവിടുത്തെ അവസ്ഥ വളരെ പൂർണ്ണമായ ഒരു സാമൂഹിക അവസ്ഥയാണ്. ആ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ടാണ് ലോക സമാധാനത്തിനുള്ള സമ്മാനം വാങ്ങിയ പ്രൊഫസർ യൂനുസ്, ഇപ്പോഴത്തെ ഭരണാധികാരി, അദ്ദേഹം ഇപ്പോൾ ഇവിടുത്തെ കുടുംബശ്രീ പോലുള്ള ഒരു സംവിധാനം തുടങ്ങിയിട്ട് മൈക്രോ ഫിനാൻസ്, കോഴി, ആട്, ഇങ്ങനെയൊക്കെയുള്ള പെണ്ണുങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തി വരുമാനം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ളൊരു ഒരു സംവിധാനം അദ്ദേഹമാണ് തുടങ്ങി വെച്ചത്. അത് കണ്ടിട്ടാണ് പല രാജ്യങ്ങളും അതിനെ കോപ്പി അടിച്ചതും. നമ്മുടെ കുടുംബശ്രീയുടെ ആദ്യമ രൂപമാണ് അവിടെ. അതിപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ അവിടെ വരുമാനം കൃഷി ചെയ്യാവുന്ന കൃഷി എന്ന് പറയുന്നത് ഒന്ന് മീൻപിടുത്തം. കാരണം കൂടുതലും തോടുകളും ആറുകളും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ വലിയ മറ്റൊരു ഇരുമ്പയിരോ അല്ലാതൊന്നുമില്ല. പിന്നെയുള്ളത് ഈ ചാക്ക് ഉണ്ടാക്കാവുന്ന ചണം, ഇങ്ങനെ 1-2 ഏരിയയിൽ മാത്രമേ അവിടെ. ഭക്ഷ്യധാന്യം നെല്ലുണ്ട്, നെൽ കൃഷിയുണ്ട്.
ഗോതമ്പ് അവർ ഇമ്പോർട്ട് ചെയ്യാണ് ഇന്ത്യയിൽ നിന്ന്. നെൽകൃഷിയാണ് അവരുടെ പ്രധാനം. നെൽകൃഷിയും മത്സ്യകൃഷിയും ഇത് രണ്ടുമാണ് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് കടലുണ്ടല്ലോ, കടൽ തീരമുണ്ടല്ലോ. കടലുണ്ട്. ഗംഗയാർ എന്ന് പറയുന്നതിൻ്റെ ബുരിഗംഗ എന്നാണ്. ഗംഗയാർ അവസാനിക്കുന്നത് ബംഗ്ലാദേശിൽ കൂടെ പോയിട്ടാണ് അവസാനിക്കുന്നത്. അതിൻ്റെ പേര് ബുരിഗംഗ എന്നാണ്. ബുരിഗംഗ എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ ഗംഗാ നദി. അത്രയേറെ വീതിയുള്ള ആഴമുള്ള ഒഴുക്കുള്ള നദി. ബുരിഗംഗ പോലെ ഒരുപാട് നദികളുണ്ട്. അത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന മിക്കവാറും നദികളുടെ കിഴക്കോട്ടുള്ള പതനം ഇതിലൂടെയാണ്, ബംഗ്ലാദേശിലൂടെയാണ്. ഓക്കെ, സാറന്ന് സത്യത്തിൽ ചെയ്തുകൊണ്ടിരുന്നത് ബംഗ്ലാദേശിൽ പോകുന്നു, അവിടെ ഗാർമെൻറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നു, കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ട്രംപ് കുറച്ച് ഡ്യൂട്ടി ഇൻക്രീസൊക്കെ വൻതോതിൽ ഇന്ത്യക്കെതിരെ ചുമത്തുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു വ്യവസായി എന്നുള്ള നിലയിൽ? എന്നെ പോലുള്ള ആളുകൾ ഈ 85കളിൽ അല്ലെ 89കളിൽ ബംഗ്ലാദേശിൽ പോകാനും അവിടെ ബിസിനസ് ചെയ്യാനും ഉള്ളൊരു കാരണമുണ്ട്. ആ കാരണം ഇപ്പോൾ പ്രസക്തമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്ക് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്ന ഒരു പരിധിയുണ്ട്. ആ കാലഘട്ടത്തിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ ബന്ധു എന്ന് പറയുന്നത് റഷ്യയും, ഇന്ത്യക്ക് ഏറ്റവും വലിയ ശത്രു എന്ന് നമ്മൾ നിരീക്ഷിക്കുന്നത് അമേരിക്കയുമാണ്, കൺട്രി. അപ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് അമേരിക്ക ഓരോ രാജ്യത്തിനും ഇപ്പം ചെയ്തതുപോലെ തന്നെ ഓരോ രാജ്യത്തിനും കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ ഷർട്ട് എക്സ്പോർട്ട് ചെയ്യുക അമേരിക്കയിലേക്ക്, അതിന് കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യക്ക് നിശ്ചയിച്ചിരിക്കുന്ന കോട്ട 1,36,000 പീസാണ്. അന്ന് ഇന്ത്യക്ക് അനുവദിച്ചിരിക്കുന്ന എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഷർട്ടിൻ്റെ എണ്ണം 1,36,000 പീസാണ്. എല്ലാ സൈസും കൂടെ കൂട്ടിയിട്ട് ഷർട്ടിൻ്റെ അങ്ങനെ ഓരോന്നിനുണ്ട്. 341 എന്ന് പറഞ്ഞാൽ ജെൻസിൻ്റെ ഷർട്ട് 1,36,000. പിന്നെ 340 എന്ന് പറയുന്നത് ജെൻസ്, 341 എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഷർട്ട്, പിന്നെ പാൻസ്. ഇതിനൊക്കെ ഓരോന്നിനും അതിൻ്റേതായ ഒരു ഇതുണ്ട്. എല്ലാത്തിനും ഒന്നല്ല. ഷർട്ടിന് 1,36,000. ഓരോ ഐറ്റത്തിനും കോട്ട നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്ത്യ അത്രേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യക്ക്. അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യ അത് കോട്ടയുണ്ട്. അപ്പോൾ ഈ കോട്ട എന്ന് പറയുന്നത് എക്സ്പോർട്ട് ഏജൻസിയെ നിയന്ത്രിക്കുന്ന ടെക്സ്റ്റൈൽ കമ്മീഷൻ വഴി വിലയ്ക്ക് വാങ്ങുകയാണ് എക്സ്പോർട്ടർ. അപ്പോൾ 1000 ഡസൻ 2000 ഡസൻ വിലയ്ക്ക് വാങ്ങുകയാണ്. ഈ വിലയ്ക്ക് വാങ്ങുന്ന അതിൻ്റെ വില എന്ന് പറയുന്നത് വളരെ വലിയ വിലയാണ്. അതേസമയം ബംഗ്ലാദേശിനെ പോലെ ബംഗ്ലാദേശ് ഒരു ദരിദ്ര രാജ്യവും പ്രിയപ്പെട്ട രാജ്യവുമായിട്ട് കണക്കാക്കിയിട്ട് അവർക്ക് കൊടുത്തിരിക്കുന്നത് 1,37,000 ഡസനാണ് എന്ന് പറഞ്ഞാൽ 12 ഇരട്ടി. എന്നാൽ അവിടെ ഇത് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഫാക്ടറികളില്ല, മനുഷ്യ പ്രയത്നത്തിനുള്ള ആളുകളില്ല, ഇതിൻ്റെ ക്രിയേറ്റിവിറ്റി ഉള്ള ആളുകളില്ല, ഇല്ല. അപ്പോൾ അത് മുതൽ ഉപയോഗിച്ചാണ് ഞങ്ങൾ ബംഗ്ലാദേശിൽ ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കോട്ടാക്കി ഇവിടെ ഒരു 340 എന്ന് പറയുന്ന ഷർട്ട് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ഡസൻ ഷർട്ടിന് $20 $30 കോട്ട വിലയാണ്. അതേ സാധനം നമ്മൾ ബംഗ്ലാദേശിൽ ചെന്ന് അവിടുന്ന് വാങ്ങിച്ചാൽ $8 $7 ഉള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? വാൾമാർട്ട് പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള വലിയ ലേബലുകളിൽ നിന്ന് നമ്മൾ 1,00,000 ഡസൻ 2,00,000 ഡസൻ ഓർഡർ എടുക്കും. നമ്മളത് നേരെ പറയും ബംഗ്ലാദേശിൽ നിന്നാണ് ഞങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ കൊണ്ടുപോകും, അവിടുത്തെ കോട്ട വാങ്ങും. ഇന്ത്യയിലെ വില വാങ്ങും, പക്ഷെ കോട്ട ബിസിനസ്. അതെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നു. തുണി എവിടുന്നാണ് പോണേ? തുണി ഇന്ത്യയിൽ നിന്നാണ് പോണേ. ഇന്ത്യയിൽ നിന്ന് കിട്ടാത്ത തുണി നമ്മൾ തൈവാനിൽ നിന്ന് വാങ്ങും, ചൈനയിൽ നിന്ന് വാങ്ങും ഒക്കെ ചെയ്യും. അപ്പോൾ അതൊരു മൾട്ടി നാഷണൽ ബിസിനസ്സാണ്. തുണി തായ്ലാൻഡ്, തൈവാന്, മെറ്റീരിയൽസ് തായ്ലാൻഡ്, തൈവാൻ, അങ്ങനെ ഹോങ്കോങ്, അങ്ങനെ പല ഇവിടുന്ന് ഇന്ത്യയിൽ നിന്നാണെങ്കിലും മുംബൈയിൽ നിന്ന്, തിരുപ്പൂരിൽ നിന്ന്, കോയമ്പത്തൂരിൽ നിന്ന്, ഗുജറാത്തിൽ നിന്ന് ഒക്കെ നമ്മൾ തുണി വാങ്ങി, ബോംബെയിൽ നിന്നൊക്കെ നമ്മൾ തുണി വാങ്ങി ബംഗ്ലാദേശിലെത്തിച്ച് അവിടുത്തെ ഗാർമെൻറ്റ് ഫാക്ടറിയിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് അവിടുന്ന് നമ്മളത് പ്രൊഡക്റ്റായിട്ട് എടുത്തിട്ട് അവരുടെ പേരിൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യും. പക്ഷേ നമ്മുടെ കൺട്രോളിലായിരിക്കും അത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ
എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ഒരു 36 മെഷീനുള്ള ഒരു 36 മെഷീനുള്ള ഒരു ലൈനിൽ ഒരു ഷർട്ടിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണഗതിയിൽ 36 മെഷീനാണ്. 36 40 ആവാം. അതിൽ നിന്ന് ഒരു മണിക്കൂറിൽ ഇന്ത്യയിലാണെങ്കിൽ ഒരു 15 ഷർട്ട് 12 15 20 ഷർട്ട് ഒരു മണിക്കൂറിൽ കിട്ടും. അത് പ്രൊഡക്ടിവിറ്റി. അതേസമയം ബംഗ്ലാദേശിലെ ഒരു 36 മെഷീൻ്റെ ഒരു ലൈനിൽ നിന്ന് 80 പീസ് വരെ കിട്ടും. അത് പ്രൊഡക്ടിവിറ്റി കൂടുതലാണ്. സെയിം മെഷീനല്ല, പക്ഷേ ആളുകൾ ജോലി ചെയ്യുന്നത് അതിൻ്റെ ആത്മാർത്ഥത, അതായത് കഠിനമായി ജോലി ചെയ്യുന്ന പ്രൊഡക്ടിവിറ്റി, ഉൽപാദന ശേഷി അവർ പ്രകടിപ്പിക്കും. സെയിം തന്നെയാണ്. 8 മണിക്കൂർ. അല്ല, അവിടെ ഒരു മണിക്കൂറിൽ 15 ഷർട്ട് ഉണ്ടാക്കുന്നിടത്ത് അവിടെ ഒരു മണിക്കൂറിൽ 80 ഷർട്ട്. ഇവിടെ ഒരു മണിക്കൂർ 15 ഷർട്ട് ഉണ്ടാക്കുന്ന സ്ഥാനത്ത് അവിടെ ഒരു മണിക്കൂറിൽ 80 ഷർട്ട്. അത് പ്രൊഡക്ടിവിറ്റി വന്നേക്കുന്ന ഭയാനകമായ വേരിയേഷനാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പ്രൈസിങ്ങിൽ ഒരു വലിയ അഡ്വാൻറ്റേജ് ഉണ്ട്. 2 കോട്ട സിസ്റ്റമുണ്ട്. ആ കോട്ട എന്ന് പറയുന്നതിൻ്റെ പ്രൈസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു എന്താ പറയണേ അനുമതി, നമുക്കുള്ള ഒരു സാധ്യത ഇപ്പോൾ അതാണ് നമ്മളന്ന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റേതായ അഡ്വാൻറ്റേജ് നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ബംഗ്ലാദേശിൻ്റെ അടിസ്ഥാനപരമായ ആളുകൾക്ക് ജോലി, ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി കിട്ടാനുള്ള സംവിധാനമായി. ഫാക്ടറികൾ ഒന്നിനു പുറകെ ഒന്നായി ഉണ്ടായി. അപ്പോൾ ഇവിടുത്തെ ലേബർ കോസ്റ്റിനേക്കാൾ തുലവും ലേബർ കോസ്റ്റ് സെയിം ആണ്. ഇവിടെ കൊടുക്കുന്ന കൂലി തന്നെ അവിടെയും കൊടുക്കണം. അത് നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ അമേരിക്കയ്ക്ക് ഒരു നിയമമുണ്ട്, അമേരിക്കൻ ഇമ്പോർട്ടിലൊരു നിയമമുണ്ട്, യൂറോപ്യൻ ഇമ്പോർട്ടിലൊരു നിയമമുണ്ട്. ഒരു ലേബറിന് മിനിമം ഇത്ര $, ശമ്പളം കൊടുത്തിരിക്കണമെന്നുണ്ട്. ബംഗ്ലാദേശിലായാലും അതിൽ കുറച്ച് കൂലി ശമ്പളം കൊടുക്കുന്ന ഫാക്ടറിയിൽ നിന്ന് ആ ഫാക്ടറി അവർ നിരോധിക്കും. അത് ഒരു ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിന്റെ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ട്. അപ്പോൾ നമ്മൾ ബംഗ്ലാദേശിൽ ഈ അവർ വന്ന് പരിശോധിക്കും ഇടയ്ക്കിടയ്ക്ക്. ഓരോ ഫാക്ടറികളിലും നമ്മുടെ ഓരോ ബയർ വന്ന് പരിശോധിക്കും. അപ്പോൾ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് നിനക്ക് എത്ര ശമ്പളമുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അതിലെല്ലാം രേഖപ്പെടുത്തിയാണ് പോണേ. അല്ലാതെ വെറുതെ നമ്മൾ പറഞ്ഞാൽ പോരാ. ക്വാളിറ്റി ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഇതും കൂടെ നോക്കും. അതേപോലെ ഫാക്ടറിയിലുള്ള ഫെസിലിറ്റികളെല്ലാം നോക്കും. അതെ. അപ്പോൾ ഒരു മണിക്കൂറിലെ ശമ്പളത്തിൽ ഇവിടെ $5 $10 ഒരു മണിക്കൂർ ശമ്പളം കൊടുക്കുന്നെങ്കിൽ അവിടെയും $10 കൊടുക്കണം. പക്ഷേ ഈ $10 ഇവിടെ 15 ഷർട്ട് കിട്ടുമ്പോൾ ഈ $10 അവിടെ 80 ഷർട്ട് വരെ, 72 80 ഷർട്ട് വരെ കിട്ടും. അതാണ് എൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ക്വാളിറ്റി പക്കയാണ്. ഒരു വ്യത്യാസം വരുത്താൻ സമ്മതിക്കുകയില്ല. അതാണ് ഞങ്ങളുടെ ജോലി. ഞങ്ങളവിടെ ചെന്ന് ചെയ്യുന്നത് അതാണ്. ഒരു വ്യത്യാസവും വരുത്താതെ അവരുടെ ആവശ്യകതയനുസരിച്ചുള്ള ക്വാളിറ്റിയിൽ നമ്മൾ സാധനം എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കും. ആ സമയത്തൊക്കെ ഇവിടെ ആ ഒരു സൂപ്പർവൈസിങ് സ്റ്റാഫ്, അതേപോലെ മാനേജറിയൽ സ്റ്റാഫ്, അതിനൊക്കെ തദ്ദേശീയർ അവൈലബിൾ ആയിരുന്നു അവിടെ? ഇല്ല, അതെല്ലാം ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇന്ത്യയിൽ നിന്ന് അവിടെ പോകും. ഇന്ത്യക്കാരായിരുന്നു അവിടുത്തെ QC എന്ന് പറയും, ക്വാളിറ്റി കൺട്രോളേഴ്സ്. നമ്മുടെ തൃശ്ശൂരിൽ നിന്നും കണ്ണൂരിൽ നിന്നും ഒക്കെയുള്ള ആളുകളാണ് കൂടുതലും അന്നുണ്ടായിരുന്നത്. അവിടെ പിന്നെ അവിടുത്തെ സൂപ്പർവൈസർമാരെ വെക്കും. പക്ഷേ ഓരോ ഫാക്ടറിക്കും മിനിമം 1-2 ഇന്ത്യയിൽ നിന്നുള്ള ക്വാളിറ്റി കൺട്രോളേഴ്സ് ഉണ്ടാവും. ഇന്ത്യക്കാർ മാത്രമല്ല, ശ്രീലങ്കക്കാരുണ്ട്. അവരും അവിടെ നമുക്ക് മുമ്പേ ചെന്ന് വിട്ടവരാണ്. അവരും അവിടെ അവരുടെ സ്വാധീനമുണ്ട്. പിന്നീട് ചൈന പുറകെ വന്നു, അവരും അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചൈനക്കാർക്ക് സ്വാധീനമുണ്ട്. ഇതിനെല്ലാം ഇടയ്ക്ക് ഇന്ത്യയുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ബംഗ്ലാദേശിനെ ബംഗ്ലാദേശിൻ്റെ അടിസ്ഥാനപരമായ ദാരിദ്ര്യ അവസ്ഥയിൽ നിന്നും ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഗാർമെൻറ്റ് ഫാക്ടറികളാണ്, ഗാർമെൻറ്റ് എക്സ്പോർട്ടാണ്. അവിടുത്തെ സമ്പദ് വ്യവസ്ഥയുടെ അക്കാലത്ത് നട്ടെല്ലെന്ന് പറയുന്ന ഗാർമെൻറ്റ് വളർന്നു വന്നേ. പക്ഷേ ഇപ്പോഴും അതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ തദ്ദേശീയ ഇഷ്ടംപോലെ ഉണ്ട്. എക്സ്പേർട്ടായി, ഇപ്പോൾ എക്സ്പീരിയൻസായി. അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും അവിടെ ഉള്ളതിൽ പകുതിയിൽ കൂടുതൽ സ്ഥാപനങ്ങളും എക്സ്പോർട്ട് ഫാക്ടറികളും ഇന്ത്യക്കാരുടെയോ ചൈനക്കാരുടെയോ കൊറിയക്കാരുടെയോ ഒക്കെ കൺട്രോളിലാണ്. അവിടെ നമ്മുടെ ഈ ട്രംപ് ഇപ്പോൾ നികുത്തുന്ന നികുതി 50% നമുക്ക് ഇന്ത്യക്ക് മേൽ ചുമത്തിയ നികുതി ഈ കാലഘട്ടത്തിലുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ്
നമുക്ക് 1,36,000 പീസയെ കയറ്റി അയക്കാൻ പറ്റൂ. അവർക്ക് 1,36,000 ഡസൻ കയറ്റി അയക്കാം. അപ്പം മോസ്റ്റ് ഫേവറബിൾ നേഷൻ, അതായത് MFN കൺട്രോൾ രാജ്യമായിട്ട് ബംഗ്ലാദേശിനെ പോലുള്ള ദരിദ്ര രാജ്യങ്ങളെ പരിഗണിച്ചിട്ട് അവർക്ക് കൂടുതൽ എക്സ്പോർട്ട് ഫെസിലിറ്റി കൊടുക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയും മോസ്റ്റ് ഫേവറബിൾ നേഷൻസിൻ്റെ പട്ടികയിൽ ഉണ്ടായിരുന്നതാണ്. ഇല്ല, ഇന്ത്യയില്ല, ഇതുവരെ വന്നിട്ടില്ല. ഇതുവരെ അമേരിക്കയുടെ പട്ടികയിൽ വന്നിട്ടില്ല. ഇന്ത്യയിൽ ഇന്ത്യ ഒരു കാരണവശാലും വന്നിട്ടില്ല. ഇന്ത്യ അന്നും അമേരിക്കയുടെ ശത്രുപക്ഷത്താണ്, ഇന്നും ശത്രുപക്ഷത്താണ്. പക്ഷേ അമേരിക്കയോട് കൂടുതൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ നന്നാക്കാൻ വേണ്ടി മോദി പ്രത്യേകം ശ്രദ്ധിച്ചു, അല്ല BJP ഗവൺമെൻറ് പ്രത്യേകം ശ്രദ്ധിച്ചു എന്നത് ഒരു സത്യമാണ്. പക്ഷേ അത് ട്രംപ് തെറ്റിദ്ധരിച്ചു. ഇപ്പോഴത്തെ ഈ 50% നികുതിയുടെ അടിസ്ഥാനം ട്രംപിൻ്റെ വ്യക്തിപരമായ വൈരാഗ്യമാണ്. അതായത് ട്രംപാണ് ഇന്ത്യ പാകിസ്ഥാൻ സിന്ദൂർ ഓപ്പറേഷന് അവസാനിപ്പിച്ചത് എന്ന് അവകാശപ്പെട്ടപ്പോൾ ട്രംപ് ഞങ്ങളോട് ഇടപെട്ടിട്ടുമില്ല എന്ന് പറഞ്ഞതിൻ്റെ വൈരാഗ്യമാണ് ഈ 50% ചുങ്കം. അതെ, ലോകം ഇന്ന് നമ്മൾ ലോകത്തെ വിലയിരുത്തേണ്ടത് റഷ്യ ഉക്രൈൻ യുദ്ധം മാത്രമല്ല, ഗൾഫ് മേഖലയിലെ യുദ്ധം, ഇപ്പോൾ തായ്ലാൻഡിലെ പ്രശ്നങ്ങൾ, ദക്ഷിണ കൊറിയയിൽ, ഉത്തര കൊറിയയിൽ പ്രശ്നങ്ങൾ, ലോകം മുഴുവൻ പ്രശ്നങ്ങൾ വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയും ചൈനയുമായിട്ട് പ്രശ്നങ്ങൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് എല്ലാ രാജ്യങ്ങളും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു ഭ്രാന്തൻ ഭരണാധികാരി, പഴയ കാലത്ത് ഹിറ്റ്ലർ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ഭ്രാന്തൻ ഭരണാധികാരിയായിട്ട് ട്രംപ് രണ്ടാമത് വന്നിരിക്കുന്നത്. ട്രംപിൻ്റെ ഒരു നയവും ആ രാജ്യത്തിനോ മറ്റു രാജ്യങ്ങൾക്കും ഗുണകരമല്ല. ഈ ട്രംപ് ഇപ്പോൾ ചുമത്തിരിക്കുന്ന ഡ്യൂട്ടി അത് അധികകാലം നീണ്ടു നിൽക്കും എന്ന്? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവിടുത്തെ ജനങ്ങൾ കൃഷിക്കാരല്ല. അമേരിക്കയിലെ ജനങ്ങൾ കൃഷിക്കാരല്ല. അവർ കാർഷിക വൃത്തി ചെയ്യുന്നില്ല. വളരെ അപൂർവ ആളുകൾ സ്വന്തം ഫാമെന്നൊക്കെ പറഞ്ഞ് വിശാലമായിട്ട് ജീവിക്കുന്നുള്ളതല്ല. അവരുടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നത് മെക്സിക്കോയാണ് മെയിൻ. മെക്സിക്കോ പോലുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, പിന്നെ ഇന്ത്യ പോലുള്ള ഏഷ്യൻ രാജ്യങ്ങൾ. അവർ ആകെപ്പാടെ ഉൽപ്പാദിപ്പിക്കുന്നത് സാമഗ്രികളാണ്. അത് മാത്രമാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. അതവർക്ക് എന്തായാലും തിന്നാൻ പറ്റത്തില്ല. തിന്നണമെങ്കിൽ ഞാൻ ന്യൂയോർക്കിൽ ചെല്ലുമ്പോൾ ന്യൂയോർക്ക് റോഡ് സൈഡിലെ കടകളിൽ നല്ല ഒന്നാന്തരം പച്ചക്കപ്പ കണ്ട് ഞാൻ ചാടി കയറി കപ്പ മേടിച്ചു. കാരണം ഞാൻ അവിടെ ഒരു വീട്ടിലാണ് താമസം. കപ്പ മേടിച്ച് കൊണ്ടുപോയി അത് നന്നായിട്ട് കറി വെച്ചു. അന്ന് എൻ്റെ കൂടെയുള്ളത് ബംഗ്ലാദേശി ഫാമിലിയാണ്. അവരൊക്കെ സർപ്രൈസ്ഡായി. ഈ കപ്പയൊന്നും അവർ തിന്നാറില്ല. അപ്പോഴാണ് കപ്പയുടെ ചരിത്രം, അമേരിക്കയിലെ കപ്പയുടെ ചരിത്രം ഞാൻ പഠിക്കാൻ ശ്രമിച്ചത്. ഈ കപ്പ എന്ന് പറയുന്നത് ബ്രസീലിയൻ പ്രൊഡക്റ്റാണ്. ബ്രസീലിൽ നിന്നാണ്, മെക്സിക്കോയിൽ നിന്നാണ് അമേരിക്ക വരുന്നത്. അവിടെ നിന്നാണ് പണ്ട് ശ്രീധര മഹാരാജ ഇവിടെ രാജാവായിരുന്നപ്പോൾ കേരളത്തിൽ വരുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് മറ്റു രാജ്യങ്ങളുടെ ഇതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. നല്ല ഭക്ഷണ സാധനങ്ങൾ വേണമെങ്കിൽ ഒന്നുകിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അല്ലെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ കൊടുക്കണം. ഇവിടുത്തെ മീൻ, സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ അമേരിക്കയ്ക്ക് അത്യാവശ്യമാണ്. ഇതൊന്നും വേറെ എല്ലായിടത്തും കിട്ടത്തില്ല. ഒരു കാലത്ത് നമ്മളെ ബ്രിട്ടീഷുകാർ അടക്കി ഭരിച്ചിരുന്നെങ്കിലും അവരിവിടെ നിന്ന് കൊണ്ടുവരുന്നത് കുരുമുളക്, ഏലം, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സുഗന്ധദ്രവ്യങ്ങളാണ്. അപ്പം ട്രംപിൻ്റെ ഈ പദ്ധതി അധികാലം പോകത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ട്രംപിന് തന്നെ അറിയാം ഇത് പോകില്ല. പക്ഷേ ട്രംപ് ഒരു ഭീഷണി എടുത്തിരിക്കുകയാണ്. പാകിസ്ഥാനെ കൊണ്ട് ഒരു കുട്ടിച്ചോറ് വാരിപ്പിക്കാം എന്നുള്ള മോഹമാണ് ട്രംപ് ഇപ്പോൾ നടപ്പാക്കുന്നത്. അല്ലെങ്കിൽ യുദ്ധത്തിൽ തോറ്റ രാജ്യത്തെ ഒരു ഭരണാധികാരിയെ വിളിച്ച് അത്താഴ വിരുന്ന് കൊടുക്കില്ല. കൊടുത്തത് എന്തുകൊണ്ടാണ്? നീ നാളെ ബോംബിടാൻ പറഞ്ഞാൽ ബോംബിടണം. ഇത് പാകിസ്ഥാനിൽ ഭരണാധികാരികളെ കൊണ്ട് മുമ്പ് ചെയ്യിച്ചതാണ്. എപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ റഷ്യ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ മുഴുവൻ വിമതരെയും സംഘടിപ്പിച്ചതും അവർക്ക് കാശ് കൊടുത്തതും ആയുധം കൊടുത്തതും ആ രാജ്യത്തെ പിന്നിൽ നിന്ന് നിയന്ത്രിച്ചതും എല്ലാം അമേരിക്കയായിരുന്നു. ജോർജ് ബുഷായിരുന്നു. ബുഷിൻ്റെ മകനായിരുന്നു. മനസ്സിലായോ? അപ്പം ഈ രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കുക, ഒരു രാജ്യത്തെ ഉപയോഗിച്ച് മറ്റു രാജ്യത്തെ ഭീഷണിപ്പെടുത്തുക വിൽക്കാൻ പറ്റുള്ളൂ. ഒന്ന്, ഇപ്പം അതാ മാർക്കറ്റ്. ഇപ്പം ഇന്ത്യ, നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ആരും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല.
ഇന്ത്യയുടെ ഏറ്റവും വലിയ വിദേശ സുഹൃത്ത് ആരാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അസർബൈജാൻ. ആ ഭാഗത്ത് അസർബൈജാൻ അല്ല, അല്ല, അവിടെ ഒരു രാജ്യമുണ്ട്. അല്ല. ആ. ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഫ്രാൻസാണ്. ഫ്രാൻസിൻ്റെ കയ്യിൽ നിന്നാണ് ഇപ്പം നമ്മൾ റഫേൽ അടക്കമുള്ള സാധനങ്ങൾ വാങ്ങുന്നത്. മനസ്സിലായി? 1996 വാജ്പേയി പൊക്രാനിൽ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കുമ്പോൾ ഞാൻ ഫ്രാൻസിൽ ഇന്ത്യൻ കമ്മീഷനിലുണ്ട്. ഞാൻ അന്ന് രാത്രി ഞങ്ങൾ വർത്തമാനം പറഞ്ഞ് കമ്പനി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഫോൺ വന്നു. അപ്പോൾ അവിടുത്തെ ഇന്ത്യൻ കമ്മീഷനിലെ ഫസ്റ്റ് സെക്രട്ടറിക്കാണ് ഫോൺ വന്നത്. അദ്ദേഹം പറഞ്ഞു, സാർ ഒരു 5 മിനിറ്റ് ഇപ്പോൾ വരാം, നിങ്ങൾ വർത്തമാനം പറഞ്ഞ് തുടരെ ഇരിക്കുക, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അങ്ങേര് പോയിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി, പൊക്രാനിലെ ഇന്ത്യ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ച് പരീക്ഷണം നടത്തിയിട്ടുണ്ട്, അതാദ്യം അറിയിക്കുന്നത് ഫ്രാൻസിനെയാണ്. ഇനി അതിൻ്റെ ഫോളോ അപ്പ് ഞാൻ ചെയ്യണം, അതുകൊണ്ട് ഞാൻ എനിക്കിനി ഇന്ന് നമ്മളെ അമ്മയ്ക്ക് വിടാൻ പറ്റില്ല. ഓക്കെ. അങ്ങനെ ന്യൂക്ലിയർ ബോംബ് പൊട്ടിച്ചപ്പോൾ അത് ആദ്യം അറിഞ്ഞ ഒരു 100 പേരിൽ അല്ലെ ഒരു 500 പേരിൽ ഒരാൾ ഞാനും ഉണ്ട്. അപ്പോൾ ഇന്ത്യക്ക് അന്ന് ഇന്ത്യയെ സഹായിച്ചവരിൽ റഷ്യ, ഫ്രാൻസ് എല്ലാവരും ഉണ്ട്. ചൈനയ്ക്ക് ഇന്ത്യയോടൊന്നും കളിച്ചു നിൽക്കാൻ പറ്റത്തില്ല, അത് മോഡി കാണിച്ചു കൊടുത്തു, കോൺഗ്രസ് കാണിച്ചു കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് കോൺഗ്രസ് മറ്റേ പാകിസ്ഥാനെ കയ്യേറ്റ ഒക്കുപൈഡ് കാശ്മീർ വിട്ടുകൊടുത്തത് അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ് അവിടെ. ഈ മുസ്ലിം ഭൂരിപക്ഷത്തെ നാളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വന്നാൽ തീർച്ചയായിട്ടും അതൊരു വർഗീയ രാജ്യം, മറ്റൊരു രാജ്യമായിട്ട് മാറും. ആ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ് വിട്ടുകൊടുത്തതാണ്. ഈ ഇന്ത്യയുടെ 4 വശത്തും ശത്രുക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെയൊന്നും തരണം ചെയ്ത ഭരണാധികാരികളില്ല. അതിലെടുത്തു പറയാവുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണ്. അല്ല സാർ, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താന്ന് ആരാന്ന് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിൽ ആദ്യം വന്നത് താജിക്കിസ്ഥാനാണ്. ഞാൻ പറഞ്ഞത് അസർബൈജാൻ, റഷ്യൻ രാജ്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, സഹായിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് ഫ്രഞ്ച് ഗവൺമെൻറ്റാണ്. സാങ്കേതികമായി ഒരുപാട് മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒന്നാം നമ്പർ സുഹൃത്ത് എന്ന് പറയുന്നത് ഫ്രാൻസാണ്. ടെക്നോളജിക്കലി ഒരുപാട് സഹായിക്കാൻ. അപ്പോൾ അത് റഷ്യക്ക് ട്രംപിന് പിടിക്കുന്നില്ല. ട്രംപിന് പിടിക്കത്തുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളെ പേടിപ്പിക്കാനാണ് ഈ റഷ്യൻ കമാൻഡറെ വരെ വിളിച്ചിട്ട് 5 സ്റ്റാർ ഫീൽഡ് മാർഷലാക്കാൻ പോവാനി. എന്താ കാരണം? തോറ്റ ഒരു ഭരണാധികാരിയെ ആരെങ്കിലും ഫീൽഡ് മാർഷലാക്കിയിട്ടുണ്ടോ? ജനറൽ മനേക്ഷയെ ഇന്ത്യയുടെ ഫീൽഡ് മാർഷലാക്കിയത് പാകിസ്ഥാനെ തോൽപ്പിച്ച് ബംഗ്ലാദേശ് പിടിച്ചെടുത്ത് കൊടുത്തതുകൊണ്ട് മാത്രമാണ്. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിനെ അന്ന് ഇന്ത്യക്ക് ഏറ്റെടുക്കായിരുന്നു? 1,36,000 പട്ടാളക്കാർ, പാകിസ്ഥാൻ പട്ടാളക്കാർ ഡാക്കയിൽ ഇന്ത്യൻ സൈന്യത്തിന് മുമ്പിൽ കീഴടങ്ങി. അവരെ ഉന്മൂലനം ചെയ്യാൻ ഇന്ത്യക്ക് വലിയ പ്രയാസം ഉണ്ടായിരുന്നോ? ആ രാജ്യം പിടിച്ചെടുക്കാമായിരുന്നു. പക്ഷേ അതൊരു വർഗീയമായ പ്രശ്നങ്ങളുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ഇന്ത്യ സൗഹാർദ്ദത്തിൻ്റെ പാത സ്വീകരിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ജയൻ ദീക്ഷിതിനെ അവിടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഹൈക്കമ്മീഷണറാക്കി ഇന്ദിരാഗാന്ധി ബുദ്ധിപരമായൊരു തീരുമാനം എടുത്തത്. ഞാൻ ഒരു കാര്യം ചോട്ടെ, സാർ എപ്പോഴെങ്കിലും ഈ താജിക്കിസ്ഥാനിൽ പോയിട്ടുണ്ടോ? താജിക്കിസ്ഥാനിൽ പോയിട്ടില്ല. കാര്യം നമുക്ക് അവിടെ വ്യോമത്താവളമുണ്ട്. ആ പ്രദേശത്ത് അവിടെ മാത്രമല്ല, നമുക്ക് അവിടെ പലയിടത്തും ഉണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് നമ്മുടെ ഏറ്റവും അടുത്തൊരു സഖ്യകക്ഷിയാണ് ഈ താജിക്കിസ്ഥാൻ. അതെ. അപ്പോൾ അധികം ശ്രദ്ധ നേടാതെ പോകുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സാർ അവിടെ പോയിട്ടുണ്ടോ? സാറിന് താജിക്കിസ്ഥാനൊന്നും സാമ്പത്തികമായിട്ട് അത്ര സ്ട്രോങ് ഒന്നും അല്ല. പിന്നെ അതുകൊണ്ട് തന്നെ സൈലന്റ് രാജ്യം, അതായത് സൈലന്റ് ആയിട്ട് നിൽക്കുന്ന രാജ്യങ്ങളിൽ പെടുന്നതാണ്. സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ്. ആ സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഇപ്പം മാലിദ്വീപ് സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഐലൻഡാണ്. അവിടെ ഇന്ത്യക്കായിരുന്നു നേരത്തെ മുൻതൂക്കം. ഇടയ്ക്ക് ഒരു മനം മാറിയിട്ട് ചൈനയെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. ചൈന അവിടെ കടന്നു കയറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീലങ്കയിൽ അതായിരുന്നു അനുഭവം. ശ്രീലങ്കയിലും ഇന്ത്യയുടെ മുൻകൈ തൂത്തുമാറ്റിയിട്ട് ചൈന കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് ചുറ്റുമുള്ള ദ്വീപുകൾ, രാജ്യങ്ങളെല്ലാം ചൈന ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഈ ട്രംപിന് ഇനി പാകിസ്ഥാന് വരാൻ പോണ വലിയ അപകടം, അധികം വൈകാതെ ചൈനയും കാണുകയില്ല,
റഷ്യയും കാണുകയല്ല സഹായിക്കാൻ. അതാണ് ആ ഒരു അപകടത്തിലേക്ക് ഇയാൾ നീങ്ങാം. സി മുനീർ എന്ന് പറയുന്നത് ശുദ്ധനായ ഒരു 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 മണ്ടൻ രാജാവാണ് അയാൾ. മണ്ടൻ ജനറൽ അല്ല, രാജാവാണ്. കാരണം അവിടുത്തെ പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററും ഒന്നും ഒരു പ്രസക്തിയില്ല. പാകിസ്ഥാൻ്റെ എല്ലാ കാലഘട്ടത്തിലും സൈനിക മേധാവികളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവസാനം അവർ കൈയടക്കും. ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും സാറിന് പാകിസ്ഥാനിൽ പോകാൻ പറ്റിയിട്ടുണ്ട്? ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. അതൊക്കെ പിന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ സാറിൻ്റെ ഒരു വ്യവസായി എന്നുള്ള നിലയിൽ സാറിൻ്റെ ഇപ്പോഴുള്ള വിലയിരുത്തൽ, ഈ ഡ്യൂട്ടി തീരുവ യുദ്ധം അധികകാലം നീണ്ടു നിൽക്കത്തില്ലെന്നും അത് ഭാവിയിൽ തുടർന്നു പോയാൽ ഭാവിയിൽ അമേരിക്കയ്ക്ക് തന്നെ ദോഷമായി വരും എന്നുള്ളതുമാണ്. തീർച്ചയായിട്ടും. ഓക്കെ സാർ. അപ്പോൾ ഇത്രയും നേരം പങ്കുവച്ചതിന്, അങ്ങയുടെ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിന് വളരെ നന്ദി. ഇനിയും നമുക്ക് മറ്റു പല അനുഭവങ്ങളും പങ്കുവയ്ക്കാൻ വേണ്ടി ഒത്തുകൂടാം. താങ്ക് യു സാർ. തീർച്ചയായിട്ടും. താങ്ക് യു. നമസ്കാരം.